നമസ്കാരം. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ 2 ദിവസം മുൻപ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി ഹൈക്കോടതി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. രണ്ടുപേർക്കുമെതിരെ ED അന്വേഷണവും നടക്കുന്നുണ്ട്. മാത്രമല്ല 2018 മുതൽ അമ്മയും മകനും ജാമ്യത്തിലാണ് വെളിയിലിറങ്ങി നടക്കുന്നത്. ഈ രാഷ്ട്രീയക്കാർക്കെതിരെ എന്ത് കേസ് വന്നാലും നമ്മൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ഒരു ആരോപണമാണ് ഇതൊരു പൊളിറ്റിക്കൽ വെൻഡേറ്റ അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന്. ഇവിടെയും കോൺഗ്രസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അവർ പറയുന്നത് നരേന്ദ്രമോദി സോണിയയ്ക്കും രാഹുലിനുമെതിരെ നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയ പകപോക്കൽ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ വെൻഡേറ്റ എന്ന ആരോപണം വരാനുള്ള പ്രധാന കാരണം ഈ ആരോപണം നേരിടുന്നവർക്ക് അതല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. അതായത് ഈ കേസിന്റെ മെറിറ്റോ അതിന്റെ ഡീമെറിറ്റോ എന്താണ് ഈ കേസെന്നോ ജനങ്ങളുടെ മുന്നിൽ വരരുത് എന്ന് ഈ ആരോപണ വിധേയരായവർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് അതൊരു പൊളിറ്റിക്കൽ വെൻഡേറ്റ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണമാണെന്ന് നിരന്തരം ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1937 അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് AJL എന്നൊരു കമ്പനി കോൺഗ്രസ് പാർട്ടി ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളായ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് ഈ AJL ആരംഭിക്കുന്നത്. ഏതാണ്ട് 5000-ഓളം കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത സംഭാവനയാണ് AJL തുടങ്ങുവാൻ വേണ്ടി ഇവര് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥതയിൽ തുടങ്ങിയ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് AJL, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്. ഈ AJLന്റെ കീഴിൽ 3 പത്രങ്ങൾ കോൺഗ്രസ് പാർട്ടി പ്രസിദ്ധീകരിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് ഇൻ ഇംഗ്ലീഷ്, നവജീവൻ ഇൻ ഹിന്ദി, ഖ്വാമി ആവാസ് ഇൻ ഉറുദു. ഈ 3 പത്രങ്ങളും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിരുന്നു AJL പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെയൊക്കെ അവർക്ക് പ്രസ്സും ഈ ഓഫീസസുകളും മറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെ AJLന്റെ കീഴിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 8000 കോടി രൂപ ആസ്തി AJLന്റെ കീഴിലുണ്ടായിരുന്നു. ഈ AJLന്റെ അസറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിലെ പ്രൈം ലൊക്കേഷനിൽ ഇവർക്കുണ്ടായിരുന്ന ഹെറാൾഡ് ടവർ എന്ന ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 8000 കോടി രൂപയുടെ അസറ്റ് AJLനുണ്ടായിരുന്നു. 2008 ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. 2008 AJL 90 കോടി രൂപ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. 90 കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഈ 90 കോടി രൂപ നഷ്ടം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം AJL അതിന്റെ കീഴിലുള്ള 3 പ്രസിദ്ധീകരണവും നഷ്ടം കാരണം അങ്ങ് നിർത്തിവെച്ചു. അപ്പൊ ഇനിയാണ് ഈ ഗാന്ധീസിന്റെ രംഗപ്രവേശനം. ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ 3-4 ശിങ്കിടികളും ചേർന്ന് 50 ലക്ഷം മുതൽ മുടക്കിൽ 50 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പുതിയൊരു കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരാണ് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ആ കമ്പനിയിൽ 36% ഷെയർ സോണിയയ്ക്കാണ്, 36% രാഹുലിന്, ബാക്കി 28% ഷെയർ ഇവരുടെ ശിങ്കിടികളായ 4 പേർക്ക്, അതായത് ഓസ്കാർ ഫെർണാണ്ടസ്, സാം പെട്രോഡ, മോട്ടിലാൽ വോറ, സുമൻ ദുബെ. ഇങ്ങനെ ഇവര് 72% ഷെയർ അമ്മയ്ക്കും മോനും മാത്രമായിട്ട് ഒരു കമ്പനി ലോഞ്ച് ചെയ്തു. സോണിയയും രാഹുലും പറയുന്നത് യങ് ഇന്ത്യ എന്ന കമ്പനി അവർ തുടങ്ങാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത്, അതിന്റെ ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവായിട്ട് അവർ പറയുന്നത് ഈ AJLനെ ഈ നഷ്ടത്തിൽ നിന്നും പുനരുദ്ധരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിനെ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ആണ് മറ്റൊരു കമ്പനിയായ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങൾ തുടങ്ങിയതെന്ന് ആണ്. അമ്മേ മോനോട് ഈ കമ്പനി യങ് ഇന്ത്യ എന്നുള്ള കമ്പനി തുടങ്ങിയപ്പം കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? അവര് AICC തീരുമാനമെടുത്ത് ഒരു 90 കോടി രൂപ ഈ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്തു ലോണായിട്ട്. യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു? ഈ 90 കോടി AJLന് കൊടുത്തു ലോണായിട്ട്. അഗെയിൻ
ലോണായിട്ട്. അതായത് എല്ലാ മാസവും, അതായത് നിങ്ങൾക്ക് 90 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്, ഈ 90 കോടി രൂപ ഞങ്ങൾ ലോണായിട്ട് തരുന്നു, പത്രം ആരംഭിക്കുക, എന്നിട്ട് ലോൺ തിരിച്ചടയ്ക്കുക. AJL മാസാമാസം ഈ ലോൺ തിരിച്ചടവ് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കുക, യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടവ് കൊടുക്കുക. ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ്. പക്ഷെ സംഭവിച്ചത് ഇങ്ങനൊന്നുമല്ല. ഈ AJL തിരിച്ചടയ്ക്കാതായി, ലോൺ ഡിഫോൾട്ട് ചെയ്യാൻ തുടങ്ങി. അവര് ലോൺ തിരിച്ചടച്ചില്ല. അവർ ലോൺ തിരിച്ചടയ്ക്കാതിരുന്നപ്പം യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു? അവര് ഈ AJL നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല എന്ന കാരണം കാട്ടി ഈ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് AJLനെ അങ്ങ് ടേക്ക് ഓവർ ചെയ്തു, അങ്ങ് ഏറ്റെടുത്തു. അതായത് 50 ലക്ഷം രൂപ മുതൽ മുടക്കി തുടങ്ങിയ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അമ്മയ്ക്കും മകനും 72% ഷെയർ ഉള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ലോൺ തിരിച്ചടയ്ക്കുന്നില്ല എന്ന കാരണം കാട്ടി 8000 കോടി രൂപ അസറ്റുള്ള AJL എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റും സ്വത്തും എല്ലാം സ്വന്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ തുടങ്ങിയ AJL അമ്മയുടെ സ്വന്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ ജിഹ്വ എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന 3 പത്രങ്ങൾ നെഹ്റു ഫാമിലിയുടെ ജിഹ്വയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം അവരുടെ സ്വത്തായിട്ട് മാറി. ഇതാണ് ഇതിനകത്ത് കളി. അപ്പൊ ഇവര് ഈ AJLനെ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തതോടെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? കോൺഗ്രസ് പാർട്ടി ഈ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്ത 90 കോടി ലോൺ അവരങ്ങ് എഴുതി തള്ളി. അതായത് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 90 കോടി തിരിച്ചടക്കേണ്ട ഒരു സ്ഥിതിയും കൂടെ ചെയ്തു കൊടുത്തു കോൺഗ്രസ് പാർട്ടി. ഇതാണ് ഈ സാമ്പത്തിക തിരിമറി. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ടോ? ഈ സാമ്പത്തിക തിരിമറിയിൽ 3 എൻറ്റിറ്റീസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ AICC, അതായത് കോൺഗ്രസ് പാർട്ടി. അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ, അത് അമ്മയും മോനുമാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. അതുകൊണ്ട് ആ പാർട്ടിക്കകത്ത് എന്ത് തീരുമാനം എടുക്കുന്നതും ഇവരുടെ തീരുമാനമാണ്, അമ്മയുടെ മോന്റെയും തീരുമാനമാണ്. രണ്ടാമത്തെ ഈ സാമ്പത്തിക തീരുമാനത്തിലെ രണ്ടാമത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലെ 72% ഷെയർ ആർക്കാണ്? സോണിയക്കും രാഹുലിനുമാണ്. അതുകൊണ്ട് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡിസിഷൻ മേക്കേഴ്സും രാഹുലും സോണിയയുമാണ്. മൂന്നാമത്തെ എൻറ്റിറ്റിയാണ് AJL, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. AICC നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് എഗെയിൻ AJLനകത്തെ ഡിസിഷൻ മേക്കറും രാഹുലും സോണിയയുമാണ്. നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഈ 3 എൻറ്റിറ്റിയിലും, അതായത് ഒരേ ആൾക്കാർ തന്നെ പല കമ്പനിക്കകത്ത് പല തസ്തികയിൽ ഇരുന്ന് സാമ്പത്തിക തിരിമറി ചെയ്യുന്നു. ഇതാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ്. ഇതിനകത്ത് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. 2008 ഈ AJL പ്രസിദ്ധീകരണങ്ങളൊക്കെ നിർത്തിയതിന് ശേഷം ഇവരുടെ പല ബിൽഡിങ്ങുകളും ഇവർ വാടകയ്ക്ക് കൊടുത്തിരുന്നു. പ്രധാനമായിട്ടും ഡൽഹിയിലെ ഹെറാൾഡ് ടവർ ഇവര് വാടകയ്ക്ക് കൊടുത്തു. അതില് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം പോലുള്ള ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി രാവിലെ മുതൽ വൈകുന്നേരം വരെ തെറി വിളിക്കുന്ന അദാനി അംബാനി ഇവരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഏതാണ്ട് ധാരാളം വരുമാനം ഈ റെന്റ് ഇനത്തില് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പം AJLന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിലാണ്. യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 72% ഷെയർ അമ്മയുടെ മോന്റെയും കീഴിലാണ്. അപ്പൊ അതായത് കിട്ടുന്ന ഈ റെന്റിന്റെ 72% ഫോർ ഷുവർ ഈ സോണിയക്കും രാഹുലിനുമാണ് പോകുന്നത് എന്ന് വേണം നമുക്ക് അസ്യൂം ചെയ്യാൻ. പക്ഷെ ഇവരിത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ റെന്റിൽ നിന്നുള്ള വരുമാനം ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം അത് കാണിച്ചിട്ടുമില്ല. ഇത് മറ്റൊരു സാമ്പത്തിക തിരിമറിയാവാൻ സാധ്യതയുണ്ടെന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ 2008 ശേഷം ഈ കേസ് വെളിയിൽ കൊണ്ടുവരുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ റെന്റിൽ നിന്നുള്ള സാമ്പത്തിക തിരിമറിയും മറ്റൊരു കേസാവാനുള്ള സാധ്യതയുണ്ട്, അന്വേഷിക്കേണ്ടതാണെന്നാണ്. ഇതിനകത്തുള്ള മറ്റൊരു പ്രശ്നം
ഈ 90 കോടി ലോൺ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ബാങ്ക് ഒന്നുമല്ല ലോൺ കൊടുക്കാൻ. ഈ ലോൺ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ലോൺ കൊടുക്കാനും തിരിച്ചു മേടിക്കാനും ഉള്ള യാതൊരു റൈറ്റും ഇല്ല. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് മറ്റൊരു എന്റിറ്റിക്ക് ലോൺ കൊടുത്ത് തിരിച്ചടവ് പ്രതീക്ഷിക്കുന്നത്? അത് അതിനേക്കാൾ വലിയൊരു വീഴ്ചയാണ്. നോക്കൂ, ഇവര് എത്രമാത്രം ഈ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കളിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരൊക്കെ ഇത്രയും തിരിമറി നടന്നിട്ടും അമ്മയും മോനെയും പൊക്കി പിടിച്ച് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഗതികേട് കൊണ്ടാണ്. ഏതോ ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് കേട്ടു, ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങളുടെ നേതാക്കൾ പറ്റിച്ചതിന് നിങ്ങൾക്ക് എന്താണെന്ന്. അത്രേ ഉള്ളൂ. അത്ര ഗതികേടാണ് ഈ പാർട്ടിയും ഇവരുടെ നേതാക്കന്മാരും. ഏതായാലും ഒരു 6 മാസത്തിനകം അമ്മയും മോനും നിയമത്തിന് മുന്നിൽ വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഏതായാലും ജുഡീഷ്യറിയുടെ മുന്നിലുള്ള വിഷയമാണ്. ഈ കേസ് ഒരു നിയമപരമായ ശിക്ഷ അവർ ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമത്തിന് മുന്നിൽ അവർ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.